Welcome back all of you. Tahimanana Antiepileptic Drugs Pharmacology video series le nammade 8th video. So we are on now 8th video. We will discuss 3 drugs. 3 മരുന്നുകൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. 3 മരുന്നുകളും ഗാബയുമായിട്ട് ബന്ധമുള്ള മരുന്നുകളാണ്. So these are some relation with GABA. ഗാബ തലച്ചോറിലെ പ്രധാനപ്പെട്ട ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗാബ എന്ന് നമുക്കറിയാം. സോ ഗാബയുടെ എമൗണ്ട് വർദ്ധിക്കുമ്പോൾ ന്യൂറോൺസ് വിൽ ഗെറ്റ് ഡിപ്രസ്ഡ് ഓർ ആക്ഷൻ പൊട്ടൻഷ്യൽ കുറയും. ന്യൂറോൺ എല്ലാം ഡിപ്രസ്ഡ് ആകും. സോ അപ്പോൾ നമുക്ക് എപ്പിലെപ്സിയിൽ അത് ഉപയോഗിക്കാം. സോ 3 ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വൺ ഈസ് വിഗാബാട്രിൻ ആണ്, മറ്റൊരു മരുന്ന് ടയാഗാബിൻ ആണ്, ദെൻ ഗാനോക്സോലോൺ എന്ന് പറയുന്ന മരുന്നാണ്. സോ 3 ഡ്രഗ്സ്. നമുക്ക് വിഗാബാട്രിനിൽ തുടങ്ങാം. വിഗാബാട്രിൻ എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് ഈ മരുന്നിനെ കുറിച്ച് എല്ലാം. ആദ്യത്തെ പേരിന്റെ ആദ്യ 2 അക്ഷരം വി ആണ്. വി സ്റ്റാൻഡ്സ് ഫോർ വിഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. വിഷൻ. സോ സംതിങ് റിലേറ്റഡ് ടു ഇറ്റ്സ് കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവയെ സൂചിപ്പിക്കുന്നുണ്ട്. ദെൻ ഗാബ എന്നാണ് രണ്ടാമത്തെ വാക്ക്. സോ ഗാബയിൽ തന്നെ ഉണ്ട്, ഗാബ വഴിയാണ് ആക്ട് ചെയ്യുന്നതാണ്. ദെൻ അടുത്ത വാക്ക് TR ആണ്. TR സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ് അമിനേസ് എന്ന വാക്കിന്റെ ഷോർട്ടാണ്, ട്രാൻസ് അമിനേസ്. സോ ട്രാൻസ് അമിനേസ് എന്ന് പറഞ്ഞാൽ ഗാബയെ തടയുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദെൻ IN ഈസ് ഇൻഹിബിറ്റർ ആണ്, ഇൻഹിബിറ്റർ. സോ മരുന്നിന്റെ പേരിൽ തന്നെ മിക്കവാറും കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. സോ മരുന്നൊരു ഗാബ ട്രാൻസ് അമിനേസ് ഇൻഹിബിറ്റർ ആണ്. സോ ഗാബ ഇറ്റ്സ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, ഇറ്റ്സ് ആൻ അമിനോ ആസിഡ് ഓൾസോ. ഗാബ അവസാനമായിട്ട് മാറിച്ചേരുന്നത് സക്സിനേറ്റ് ആയിട്ടാണ്. ഈ സക്സിനേറ്റ് പിന്നീട് TCA സൈക്കിളിലേക്കൊക്കെ പോകാം. സോ പല സ്റ്റെപ്പുകളുണ്ട്, ഇവിടെ ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗാബ ട്രാൻസ് അമിനേസ് ആക്ഷൻ വഴിയാണ്. ഗാബ ട്രാൻസ് അമിനേസ്. സോ നമ്മുടെ മരുന്ന് ഇവിടെയാണ് തടയുക. വിഗാബാട്രിൻ ഇൻഹിബിറ്റ് ദിസ് ട്രാൻസ് അമിനേസ് ഇറിവേഴ്സിബിൾ ആയിട്ട് ഇത് തടയുമ്പോൾ അടുത്ത ഫസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നില്ല. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇല്ലാതാകുമ്പോഴത്തേക്കും ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഗാബ. സോ ഇത് ഇവിടെയാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. സോ ഇവിടെയുള്ള ഗാബയുടെ എമൗണ്ട് കൂടും. സോ ദാറ്റ് ഈസ് ദർ ആക്ഷൻ. സോ മോർ ഗാബ ക്യാൻ ബി റിലീസ്ഡ് ഹിയർ. ഓക്കെ. സോ ഗാബയുടെ എമൗണ്ട് അളവ് വർദ്ധിപ്പിക്കുന്നു. 2 കാര്യങ്ങൾക്കാണ് എപ്പിലെപ്സിയിൽ മരുന്ന് ഉപയോഗിക്കുന്നത്. ഒന്ന് മുതിർന്നവരിലാണ്. മുതിർന്നവരിൽ റിഫ്രാക്ടറി, മറ്റു മരുന്നുകൾ കൊണ്ട് മാറാത്ത റിഫ്രാക്ടറി കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സ്, അതിനെ നമ്മൾ ഫോക്കൽ അൺഅവെയർ എന്നും പറയും. ഫോക്കൽ അൺഅവെയർ എപ്പിലെപ്സി, ഫോക്കൽ അൺഅവെയർ, ഇതാണ് പുതിയ പേര്. ഫോക്കൽ അൺഅവെയർ എപ്പിലെപ്സിയിലാണ് നമ്മൾ ഉപയോഗിക്കുക. മറ്റ് മരുന്നുകൾ ഒന്നും ഫലമില്ലെങ്കിൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഒരു ഉപയോഗം. രണ്ടാമത്തെ ഉപയോഗം അത് ഇൻഫന്റൈൽ സ്പാസത്തിലാണ്. ഇൻഫന്റൈൽ സ്പാസത്തിന്റെ പുതിയ പേര് എന്താണ്? എപ്പിലെപ്റ്റിക് സ്പാസം എന്നാണ്. എപ്പിലെപ്റ്റിക് സ്പാസത്തിൽ എവിടെയാണ്? 2 തരമുണ്ട്. അതിൽ രണ്ടാമത്തെ തരത്തിലാണ് വിത്ത് ട്യൂബറസ് സ്ക്ലീറോസിസ്. സോ ഇൻഫന്റൈൽ സ്പാസം വിത്ത് ട്യൂബറസ് സ്ക്ലീറോസിസ്, അതിലാണ് നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുക. വേറെ ഉപയോഗം ഇല്ല. സോ 2 വയസ്സിന് മുകളിൽ ഉള്ള കുട്ടികൾ, അല്ല 2 വയസ്സിൽ താഴെയുള്ള 1 മാസം ടു 2 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം. സോ 2 യൂസസ്, ഒന്ന് റിഫ്രാക്ടറി ആയിട്ടുള്ള കേസുകളിൽ, 2 ഇൻഫന്റൈൽ സ്പാസം വിത്ത് ട്യൂബറസ് സ്ക്ലീറോസിസ് എന്ന കണ്ടീഷൻസിലാണ് ഉപയോഗം. വെറും ഇൻഫന്റൈൽ സ്പാസം ആണെങ്കിൽ ACTH ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. VI എന്ന് പറഞ്ഞാൽ കണ്ണും വിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കോസസ് പെർമനന്റ്, എന്നേക്കുമായിട്ടുള്ള. ബൈലാറ്ററൽ എന്ന് വെച്ചാൽ 2 കണ്ണുകളെയും ബാധിക്കും. കോൺസെൻട്രിക് വിഷ്വൽ ഫീൽഡ് കൺസ്ട്രക്ഷൻ ഉണ്ടാകും. സോ ഇതാണ് പ്രശ്നം. ഇൻ ദ പെരിഫറൽ പാർട്ട് ഓഫ് റെറ്റിനയിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. സോ മരുന്ന് തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടും, കാഴ്ച എന്നേക്കുമായി നഷ്ടപ്പെടും. സോ വിഷൻ ലോസ് ഓഫ് വിഷൻ ഉണ്ടാക്കുന്ന മരുന്നാണ്. പക്ഷേ എന്നാലും നമ്മൾ ഇൻഫന്റൈൽ സ്പാസത്തിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫന്റൈൽ സ്പാസത്തിൽ മരിച്ചു പോകാനുള്ള, മരണത്തിനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മൾ ജീവിതം വേണോ കണ്ണ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ജീവിതം പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. സോ അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ കണ്ണ് പരിശോധനകൾ നടത്തിക്കൊണ്ടേ ഇരിക്കുക. വായിലൂടെ ഓറലായിട്ട് നമുക്ക് കൊടുക്കാം.
ഉണ്ടാകാം. മറ്റ് അഡ്വേഴ്സ് എഫക്ട് പ്രധാനപ്പെട്ടത് അനീമിയ, വിളർച്ചയാണ്, ക്ഷീണം, അനീമിയ കൊണ്ട് തന്നെ ക്ഷീണം ഉണ്ടാകാം, അല്ലാതെയും ഉണ്ടാകാം. മറ്റ് പ്രശ്നങ്ങൾ ദെൻ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാം. സോ മറ്റ് പല ദോഷഫലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ പറയുന്നത്. സോ ഇതാണ് വിഗാബാട്രിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ മെയിൻ തിങ് ഈസ് അബൌട്ട് വിഷൻ. അടുത്ത മരുന്ന് ടയാഗാബിൻ ആണ്. ടയാഗാബിനിലും പേര് നോക്കിക്കഴിഞ്ഞാൽ ഗാബ് ഈസ് ഫോർ ഗാബ, ഗാബയെ തടയുന്നതാണ്. IN ഈസ് ഇൻഹിബിറ്റർ തന്നെയാണ്, ഇൻഹിബിറ്റർ ആണ്. T for transporter. So this drug can inhibit a transporter. അതേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഇത് ഇവിടെ നിന്ന് ഗാബ റിലീസ് ചെയ്യുകയാണെന്ന് കരുതുക. സോ ഗാബ തിരിച്ചെടുക്കുന്നതിന് ഒരു ട്രാൻസ്പോർട്ടറുടെ ആവശ്യമുണ്ട്. ഇതാണ് GAT1, ഗാബ ട്രാൻസ്പോർട്ടർ 1. അതിനെയാണ് മരുന്ന് തടയുക. സോ ഇഫ് ഇറ്റ് ഇൻഹിബിറ്റ് ഹിയർ, മോർ ഗാബ വിൽ ബി അവൈലബിൾ ഇൻ ദ സിസ്റ്റം. സോ ഗാബ അപ്ടേക്ക് കാരിയർ ഓർ ഗാബ ട്രാൻസ്പോർട്ടറിനെ തടയുന്നു. ഗാബ തിരിച്ചെടുക്കുന്നത് തടയുമ്പോൾ സിനാപ്സിൽ ഗാബ കൂടുതൽ ഉണ്ടാകും. സോ ഇതാണ് ടയാഗാബിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ആൻഡ് പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ലിവർ ഡിസീസസ്, കരൾ രോഗികളിൽ ഇത് കുറയ്ക്കുക. ലിവർ ഡിസീസ് ഡിക്രീസ് ദ ഡ്രഗ്. ഉപയോഗം കോംപ്ലക്സ് ആൻഡ് കോംപ്ലക്സ് അല്ലാത്ത പാർഷ്യൽ സീഷേഴ്സിൽ ഉപയോഗിക്കാം. റിഫ്രാക്ടറി കേസ്, മറ്റു മരുന്നുകൾ കൊണ്ട് ഫലം പോരെങ്കിൽ ആഡ് ഓൺ ഡ്രഗ് ആയിട്ട് നമുക്ക് ടയാഗാബിൻ കൂടി ഉപയോഗിക്കാം. ഗാബയായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നായതുകൊണ്ട് ഉറക്കം ഗാബയാണ്. ഗാബ മീൻസ് സ്ലീപ്പ്, ഉറക്കം ഉണ്ടാക്കാം. ദെൻ ഗർഭിണികൾ, മുലയൂട്ടുന്നവർ എന്നിവർ ഒഴിവാക്കുക. സോ ദിസ് അബൌട്ട് ടയാഗാബിൻ. അടുത്ത മരുന്നും ഗാബയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അവിടെയുണ്ട്. ഓക്കെ, ഗനാക്സലോൺ എന്നാണ് മരുന്നിന്റെ പേര്. സോ ഗാബയായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നാണ്. ഗനാക്സലോൺ കേൾക്കുമ്പോൾ തന്നെ ഒരു സ്റ്റിറോയിഡ് മണക്കുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് എ ന്യൂറോ സ്റ്റിറോയിഡ് മരുന്നാണ്. സോ സ്റ്റിറോയിഡൽ റിങ് ഉള്ള ഒരു മരുന്നാണ്. ഗാബയുടെ റിസപ്റ്റർ, ഗാബ ആക്ട് ചെയ്യുന്ന റിസപ്റ്ററിൽ ഗാബ എ ഉണ്ട്, ഗാബ ബി ഉണ്ട്. അതിൽ ഗാബ എ റിസപ്റ്റർ നമ്മൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ വരയ്ക്കുക. ഓക്കെ, നടുവിലൊരു ക്ലോറൈഡ് ചാനൽ 5 ഇതിലുള്ള റിസപ്റ്റർ ആണ്. ഇത് ഗാബ ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് ആണെങ്കിൽ വേറൊരു സൈറ്റിൽ അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ പോസിറ്റീവ്, അല്ലോസ്റ്റെറിക് മോഡുലേറ്റർ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗാബ പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈസ് ദർ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇനി മരുന്നിന്റെ ഉപയോഗം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻ CDD ആണ്. CDD എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി? C സ്റ്റാൻഡ്സ് ഫോർ സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ്. L5 സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സെൽ സൈക്കിൾ അല്ലെ. സെൽ സൈക്കിളിന്റെ വിവിധ ഫേസസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ് സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ്. സോ സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള CDKL5ന്റെ ഡെഫിഷ്യൻസി, ഇത് കുറവ് മൂലമുണ്ടാകാവുന്ന ഒരു സീഷർ. അത്തരം സീഷേഴ്സിലാണ് ഇതിപ്പോൾ ഉപയോഗിക്കുക. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളിലാണ്, ചിൽഡ്രൻ അബൌട്ട് 2 years ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓറലാണ് കൊടുക്കുക, കുത്തിവെപ്പൊന്നും വേണ്ട. ഓറൽ സസ്പെൻഷനാണ്. 1800 മില്ലിഗ്രാം വരെ ദിവസം ഉപയോഗിക്കാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 3 നേരമായിട്ടായിരിക്കും കൊടുക്കുക. ഭക്ഷണത്തോടൊപ്പമാണ് കഴിക്കുക. ഡോസ് വിൽ ബി ഈക്വലന്റ് ടു ദ പ്രൊപ്പോർഷൻ ഓഫ് തൂക്കം നോക്കിയിട്ടാണ്, രോഗിയുടെ വെയിറ്റ് അനുസരിച്ചായിരിക്കും മരുന്ന് കൊടുക്കുക. പനി ഉണ്ടാക്കാം, ചെറുതായിട്ട് ടെമ്പറേച്ചർ കൂടാം. അടുത്തൊരു പ്രശ്നം ഹൈപ്പർ സലൈവേഷൻ ആണ്. അമിതമായിട്ട് വായിൽ തുപ്പലം വരിക എന്നുള്ളതാണ് ഹൈപ്പർ സലൈവേഷൻ. നമ്മൾ വേറെ പഠിച്ച പ്രധാന മരുന്ന് ക്ലൗസെപ്പിനാണെന്ന് ഓർക്കുക, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ഉറക്കം, മയക്കം, ക്ഷീണം. സോ ഗാബയായിട്ടാണ്. ഗാബയുടെ ബൈൻഡിങ് കൂട്ടുമ്പോൾ ഉറക്കം, മയക്കം, ക്ഷീണം അങ്ങനെയൊക്കെയുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാം. സോ 3 മരുന്നുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. വിഗാബാട്രിൻ നമ്മൾ പറഞ്ഞു, ടയാഗാബിൻ നമ്മൾ പറഞ്ഞു, നൗ ഗാനോക്സലോൺ. എല്ലാം ഗാബയുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ബന്ധമുള്ള മരുന്നുകളാണ്. So that's all in this video. Thank you for watching.